സമയം ഏതാണ്ട് 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം സന്ധ്യാസമയത്തിനോടടുക്കുന്ന ഒരു പ്രത്യേകതയുള്ള സമയമാണ് ത്രിസന്ധ്യ. ആ ത്രിസന്ധ്യാ സമയമെടുക്കുമ്പോൾ ഗജവീരന്മാർ നെറ്റിപ്പട്ടം അണിഞ്ഞ് പ്രധാന ഗജവീരൻ തിടമ്പേറ്റി ഇതാ നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പ്രിയപ്പെട്ട ഗജവീരന്മാരുടെ നെറുകയിൽ വളരെ മനോഹരമായ കരിപ്പച്ച പട്ടിൻ്റെ നിറമുള്ള തങ്കക്കൊലുസുകൾ അണിഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായ പട്ടുകുടകൾ നിവർത്തി നിൽക്കുന്ന മനോഹാരിത കാണിരിക്കുന്നു. ഈ സമയത്ത് തിടമ്പേറ്റിയ ഗജവീരൻ്റെ നെറുകയിൽ വളരെ മനോഹരമായ പിങ്ക് നിറത്തിലുള്ള പട്ടുകുടയും വളരെ വ്യത്യസ്തമായ രീതിയിൽ ആ കുടകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാ പാറമേക്കാവിന് ഭഗവതിയുടെ പ്രിയപ്പെട്ട വിഭാഗത്തിൻ്റെ നെറുകയിൽ നല്ല ചുവന്ന പട്ടിൻ്റെ നിറത്തിലുള്ള കുടകളും എതിരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം. നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത മത്സരമല്ല, ആരോഗ്യമായ സന്തോഷമുള്ള മത്സരമാണ്, സൗഹൃദ മത്സരമാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ മേളക്കാരെ തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം തന്നെ നല്ല വിഭവങ്ങൾ കിട്ടിയാൽ അത് തട്ടിക്കൊണ്ടുപോകൽ, ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനുശേഷം ഇതാ നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ മനോഹരമായ ദൃശ്യവിരുന്ന്. ഓറഞ്ച് നിറത്തിലുള്ള പട്ടുകുടകൾ, നടുക്ക് ഗജവീരന്റെ നെറുകയിൽ മനോഹരമായ ഇളം നീല നിറത്തിലുള്ള പട്ടുകുടകൾ നിവർത്തി. ഇതൊന്നുമല്ല കാണാനിരിക്കുന്നത്, ഇതാ പാറമേക്കാവിന്റെ വിഭാഗം നല്ല വളരെ മനോഹരമായ പച്ച നിറത്തിലുള്ള കുടകളും ഇതോടൊപ്പം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. ഇവിടെ തിരുവമ്പാടി വളരെ മനോഹരമായ ഓറഞ്ച് നിറമാണെങ്കിൽ പാറമേക്കാവ് നല്ല തെളിച്ചമുള്ള പച്ച നിറത്തിലുള്ള കുടകളും നിവർത്തി ആളുകൾക്ക് വളരെ മനോഹരമായ സന്തോഷമുള്ള മനസ്സിന് വർണ്ണാഭമായ മാരിവില്ലിൻ്റെ സുന്ദരമായ ആ ഒരു സന്തോഷം മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഓരോ വിഭാഗവും കുടകൾ ഉയർത്തുമ്പോൾ ആയിരക്കണക്കിന് പൂരപ്രേമികൾ അത് ആവേശത്തില്, സന്തോഷത്തില്, ആർപ്പുവിളികൾ അവരുടെ മനസ്സിൽ നിന്നാണ് ഉയരുന്നത്. അവരുടെ ദിവസങ്ങളോളം കാത്തുനിന്ന, മാസങ്ങളോളം കാത്തുനിന്ന ആ ഒരു സന്തോഷമായ കുടമാറ്റത്തിന്റെ നിമിഷങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 7 വർണ്ണങ്ങളല്ല 700 വർണ്ണങ്ങളെന്ന് പണ്ട് ഏതോ കവി പാടിയതുപോലെ ഒരുപാട് മനോഹരമായ ആ നിറങ്ങളെ കൊണ്ട് നിറഞ്ഞ കാഴ്ചകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതാ പാറമേക്കാവ് അടുത്ത കുട ഉയർത്തി ഗജവീരന്മാരുടെ നെറുകയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. വളരെ മജന്ത നിറത്തിലുള്ള, വളരെ മനോഹരമായ മജന്ത നിറത്തിലുള്ള കുടകൾ നിവർത്തിക്കൊണ്ട് അതിലൊക്കെ തങ്ക കൊലുസുകൾ ഇങ്ങനെ കിടന്ന് കിലുങ്ങുന്നത് കാണുമ്പോൾ ഈ ത്രിസന്ധ്യാ സമയത്ത് പ്രിയപ്പെട്ട കാണികൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ മനസ്സുമായിട്ടാണ് അവർ നിൽക്കാൻ കഴിയുന്നത്. ഇതൊക്കെ തന്നെ ഇതിനൊപ്പം ആനച്ചമയ പ്രദർശനം, ആനച്ചമയത്തിന്റെ ഒരു പ്രദർശനം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് നേരിട്ട് ഉദ്ഘാടനം ചെയ്തു പോയ കാര്യം നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഈ ആനച്ചമയത്തിന്റെ പ്രദർശനം എല്ലാ തരത്തിലും നമ്മൾ നടത്തുമെങ്കിലും പക്ഷേ കുടകളുടെ കാര്യത്തിൽ അത് എത്രത്തോളം ഒരു രഹസ്യ സ്വഭാവം തന്നെ ഉണ്ടാകുന്നെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. കാരണം ഇത് അടവുകൾ 18 പയറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പുതുമകൾ ഇപ്പൊ തിരുവമ്പാടി ഭഗവതിയുടെ പ്രിയപ്പെട്ട വിഭാഗം വളരെ മനോഹരമായ ഒരു ലൈറ്റ് റോസ് നിറത്തിലുള്ള കുടകൾ ഉയർത്തിക്കൊണ്ട് ഇതാ ദൃശ്യവിരുന്ന് നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇനി നിമിഷങ്ങൾ, നേരത്തെ പറഞ്ഞ ആരോഗ്യപരമായ ഇതാ പാറമേക്കാവിന്റെ കുടകൾ വീണ്ടും ഉയർത്തിക്കഴിഞ്ഞു. വെള്ളി കുലുസുകൾ നിറഞ്ഞ ഇതാ തിരുവമ്പാടിയുടെ വീണ്ടും ഇതാ നല്ല ലൈറ്റ് നിറത്തിലുള്ള വെള്ളി കൊലുസുകളും ലൈറ്റ് നിറത്തിലുള്ള പട്ട് പരവതാനി വിരിച്ചതുപോലെ നമുക്ക് തോന്നുന്ന നല്ല കുടകൾ ഇതാ തിരിച്ച് ഇരുവിഭാഗവും മിനിറ്റുകൾ പോലും എടുക്കുന്നില്ല, സെക്കൻഡുകൾ പോലും എടുക്കുന്ന രീതിയിലാണ് കുടകൾ മാറ്റി തുടങ്ങിയിരിക്കുന്നത്. എത്രയെത്ര കുടകളാണ്, എത്രയെത്ര വർണ്ണങ്ങളാണ് ഇനിയും വരാനിരിക്കുന്നത്. ഇനി എന്തെല്ലാം തരത്തിലുള്ള കുടകൾ വരാനിരിക്കുന്നു. ഏതാണ്ട് ഗജവീരന്മാരുടെ മുഖം, ഒരു ബാലഗണപതിയുടെ മുഖമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ തുന്നിപ്പിടിപ്പിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ?
ആയിരക്കണക്കിന് കുടകൾ ഇങ്ങനെ സമ്മാനമായി അല്ലെങ്കിൽ വർണ്ണാഭമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തൃശ്ശൂർ പൂരം ഇവിടെ സമാപിച്ചു കഴിഞ്ഞാൽ അവരൊന്നും വിശ്രമിക്കുകയല്ല. നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞു 6 മാസക്കാലം അവർക്ക് പണിയുണ്ടാകുമെന്ന്. അത് മേളക്കാരെ സംബന്ധിച്ചായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അടുത്ത തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വരുന്ന നിമിഷങ്ങൾ അവരുടെ പണികൾ ആരംഭിക്കുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ മറ്റൊരു കുട അവർ ദൃശ്യവൽക്കരിച്ചു. ഒപ്പം തന്നെ പാറമേക്കാവും വളരെ കടുത്ത വയലറ്റ് നിറത്തിലുള്ള ഒരു കുടയാണ് നമ്മുടെ പാറമേക്കാവ് ഉയർത്തിയതെങ്കിൽ തിരുവമ്പാടി വിഭാഗം വളരെ സുന്ദരമായ ഓറഞ്ച് നിറത്തിൽ തങ്ക കൊലുസുകൾ നിറഞ്ഞ് നടുക്കുള്ള ഗജവീരന്റെ നെറുകയിൽ